സിയാക്കളെ പരിപാടി ആയിട്ടത് ഇവിടെ ഇന്നത്തെ ദിവസം 5/7/2025 സിയാ അതിനൊന്നും വരാൻ തന്നെ പറ്റും ചെയ്യാം. എന്താ തിരക്കുന്നവരെ ഇവിടെ കംപ്ലീറ്റ് അവിടുന്ന് വരണ്ടേ. ഞാൻ അപ്പം എൻ്റെ റൂമാ കാണുന്നത് അവിടെ നേരെ മുന്നിൽ. ഇതൊക്കെ ഇന്ന് നടക്കണം. രാത്രി 11 മണി. ഇത് നേരം മുഴുക്കോളം ഉണ്ടാവും. ഇത് എവിടുന്നാണ് ഒത്തിരി സിയാക്കൾ കണ്ടമാനം ഈ കറുത്ത ഡ്രസ്സ് ഇട്ടുള്ള മുസ്ലിങ്ങളാണ്. നമ്മൾ ഇവിടെ ഡോങ്കരി എന്ന സ്ഥലത്താട്ടാ. അങ്ങോട്ട് പോകാൻ തന്നെ പറ്റണില്ല. അവിടെ കൂടിയാണ് പോയിട്ട് എടുക്കുക. കാണാണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇവിടെ ബോംബെയിലുള്ള എല്ലാ സംഭവങ്ങൾക്കും ഇങ്ങനെ ലൈവായി. ഞാൻ ഇല്ലാത്തൊന്നും എടുത്ത് വിടൂലട്ടാ. എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ നേരം ഉണ്ടാവും. അതാണ് ആൾക്കാർ പറയേണ്ടത് എൻ്റെ വീഡിയോ ഒന്ന് കുറക്കണമെന്ന് വെച്ചാൽ. ഞാൻ എന്താ ചെയ്യുക, ബോംബെയിൽ ഇങ്ങനെ നടക്കണ ഓരോ സംഭവങ്ങൾ എത്ര എടുത്ത് വിട്ടാലും മടുക്കാത്തൊരു സംഭവങ്ങളാണ്. കണ്ടില്ല നിങ്ങൾ ഇതൊക്കെ ഇവിടെ ഷിയ മുസ്ലിങ്ങളെ പരിപാടി. അതൊക്കെ ഇനി ഇവിടുന്ന് കുറേ പോകാണ്ട് അവിടുന്ന് കുറേ തിരിയാണ്ട്. हमारे शिवसेना की एम्बुलेंस वो भी हमारे साथ है. कंटिन्यूज उनकी टीम भी हमारे बीच काम कर रही है. हम उनका भी तहे दिल से शुक्रिया अदा करते हैं. तमाम आरबीटी के वॉलंटियर्स, जस्ट के वॉलंटियर्स और तमाम डोंगरी के सोशल वर्कर इस फोरम में हमारे साथ काम कर रहे हैं. उनका सबका तहे दिल से हम शुक्रिया अदा करते हैं. जो लोग बीच रास्ते में ഇതിൻ്റെ വീഡിയോ കുറേ നേരം ഉണ്ടാകും. ബോംബെയിലൊക്കെ നടക്കണ ഓരോ സംഭവങ്ങളുണ്ട്. ഗണപതി, അതുപോലെ ഇത് മോറത്തിൻ്റെ, അതുപോലെ പല സംഭവങ്ങളും. ഇത് സിയാക്കൾ, അതുപോലെ ബോറി മുസ്ലിങ്ങൾ, അതൊക്കെ നിങ്ങളോട് അതാ പറയുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കാണാം. ഇപ്പോൾ രാത്രി നേരം മുഴുക്കോളം ഉണ്ടാവും. ഇപ്പോൾ ഇത് ഈ സംഭവം എൻ്റെ വീഡിയോ എന്താ പറയുക, 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ ഉള്ള സംഭവങ്ങൾ എടുത്ത് വിടണം. അല്ലാത്തതൊന്നും നിങ്ങളെ പറഞ്ഞ് അരം കൊള്ളിക്കൂല. കാരണം ആർക്കാണ് ഇപ്പോൾ ഇതൊക്കെ കാണാനുള്ള നേരം? അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ മാതിരി നിങ്ങളും അനവധി പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വേണ്ടാത്ത കുറേ വീഡിയോസുകൾ എടുത്ത് വിടുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. ഉള്ള സംഭവങ്ങൾ എടുത്ത് വിടും. ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യൻ വാർത്ത കാണുന്ന എന്താണ്, കാരണം ഓരോ മനുഷ്യർക്കും ഓരോ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റണില്ല. അപ്പോൾ ഈ ലോകത്ത് എന്തൊക്കെ നടക്കണേ, എന്തൊക്കെയാണ് സംഭവിക്കണം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഈ വാർത്ത ഇരുന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും അതേമാതിരി ഒരാൾ തന്നെയാണ്. ഇപ്പോൾ അയാളത് തലമ മുറിയാക്കി പോണാക്കാണ്. എന്താണ് ഇവിടെ ആയുധം കൊണ്ട് കാട്ടിക്കൊണ്ട് നിങ്ങൾ കാണുക, അതൊക്കെ അവിടെ പോയിട്ട് എടുക്കാണ്ട് തലൊക്കെ ആകം കണ്ട് പൊളിച്ചിട്ട്. ഇവിടെ അബീബ് ഹോസ്പിറ്റലുണ്ട്, നമ്മളെ ഉണ്ണിയേട്ടൻ്റെ ഇളനീക്കട. ആ ഉണ്ണിയേട്ടൻ്റെ ഇളനീക്കട അവിടെ ഉണ്ട്. ആ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ആംബുലൻസിൽ ആ കണ്ണക്കണ വെച്ചാൽ തലമ മുറിയാക്കിയിട്ട്. ഇതൊന്നല്ല, ചോരോടുക്കാനായിട്ട് വരണതാണ് ഓരോ മനുഷ്യന്മാർ. ആകത്തത് അവിടെയൊക്കെ ഒക്കെ തലമ കെട്ടിയിട്ടാണ് പോണേ. ഈ ചോരോടുക്കനെ പോണ സംഭവങ്ങളുടെ അവിടെ പോയിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയി നിൽക്കണം. നിങ്ങളിങ്ങനെ കാണാം ഓരോ മനുഷ്യൻ്റെ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ എവിടുന്നാണ്? പല ഭാഗത്തുനിന്നും കൂടിയാണ് ഇവിടെ മുസ്ലിങ്ങൾ വന്നത്. സിയാ മുസ്ലിങ്ങൾ, സുന്നികളല്ല കേട്ടോ. സുന്നികളൊക്കെ നമ്മളതിൽ പെട്ട നമ്മളെ ആൾക്കാരാണ്. ഇവരൊക്കെ എവിടുന്ന് ഈ വരണമെന്ന് ഒരു കൊടുത്തില്ല. ഇവിടെ ഇതിനെ ചുറ്റുഭാഗം മൊത്തം തന്നെയാണ് നടക്കാൻ. ഇത് എടുക്കാൻ നിന്നത് ഇതിനെ കുറേ നടക്കാണ്ട് അതിനുള്ള നേരവുമില്ല. ബോംബെയിലെ ആൾക്കാരൊന്നും അങ്ങനെ വീഡിയോസ് എടുത്ത് വിടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർക്ക് അല്ല അടുത്തൊരു എടുത്തു വിടുമ്പോൾ മറ്റുള്ളവരെന്താ പറയുക, ആ പഹനക്ക് പിരാന്താന്ന് പറയും. അത് കാരണം എന്താ വെച്ചാൽ സർവ്വ ആൾക്കാരും അത് പണിക്ക് നിൽക്കലില്ല. അല്ലെങ്കിൽ അത്ര എനിക്ക് എല്ലാവരും പറയണ്ടേ ഓനക്ക് പ്രാന്ത, മാനുവിന് പ്രാന്താണ്. കാരണം ഞാൻ ഉള്ള സംഭവങ്ങൾ എടുത്ത് വിടണം. ഇല്ലാത്തൊന്നും ഓരോന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അരം കൊള്ളിക്കൂല.
പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് ഈ പറഞ്ഞേനെങ്ങനെ വിടാതെ പറയുന്നത്. പക്ഷെ ഇക്ക് ഞാൻ എന്താ പറഞ്ഞ് നിൽക്കാൻ ഓർമ്മയില്ല. ഞാൻ ഓരോരുത്തരെ കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കണം പഠിച്ചോണം ഇതിപ്പോൾ എപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതൊക്കെ എപ്പോഴാണ് ഞാൻ പറഞ്ഞത് റബ്ബേ എന്നുള്ളത് എങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ തന്നെ കേട്ട വീഡിയോ ഞാൻ തന്നെ കേൾക്കുമ്പോൾ സംഭവം ശരിയാണ്. പറഞ്ഞതിനെ 100 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. പിന്നത്തെ ആൾക്കാർക്ക് വെറുപ്പ് പിടിക്കുകയാണ്. പക്ഷേ ഞാൻ വെച്ചാൽ എൻ്റെ വീഡിയോ എല്ലാവരും പറഞ്ഞിട്ട് വീഡിയോ ഒന്ന് കുറക്കണം, കണ്ടമാനം വീഡിയോ എടുക്കല്ലേ. പക്ഷെ ഞാൻ എന്താ ചെയ്യുക, ഇവിടെ ഉള്ള സംഭവങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ വീഡിയോ. നിങ്ങൾ ചിലർ സിനിമ കാണാൻ കുത്തിയിട്ട് 2 മണിക്കൂർ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണുന്നതാണ്. ഇതൊക്കെ ഉള്ളത് ഇങ്ങനെ കണ്ടാക്കാണ്. ഞാൻ അങ്ങനെ ഓരോ സംഭവങ്ങൾ ബോംബേൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് വിടുമ്പോൾ യഥാർത്ഥ സംഭവം ഇല്ലാത്തത് ഞാൻ ചെയ്യില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയണ്ടേ, ഒരാളെ അരം കൊള്ളിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും സമയമില്ലാത്തതാണ്. എന്നെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരാണ് അവർ. ദയ്യച്ചക്കൻ്റെ തലമൊക്കെ ആകെ മുറിയാക്കിയിട്ട് അതാ അങ്ങനെ കാണി 1-2 ആൾക്കാർ കണ്ടില്ല ഞങ്ങൾ ആകെ തലമ കെട്ടിയിട്ട്. ഇതൊക്കെ ഇപ്പം എങ്ങനെ നിങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരിക. കുറേ അങ്ങോട്ട് പോവാണ്ട് പിന്നെ നടന്നും കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ക്ലിയറായി കിട്ടൂല, പിന്നെ കാണിക്കും വേണം. ഞാൻ 47 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ 40 കൊല്ലം വരെ റോട്ടുമ്പോൾ നിരകിച്ച് ജീവിച്ചിട്ട് എൻ്റെ ഒരുപാട് ജീവിതത്തിൽ 40 വർഷം കൊണ്ട് ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവമുണ്ട്. ബോംബെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയപ്പെടണം. ഇവിടെയൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിലോ ധൈര്യമുള്ളവർക്ക് ജീവിക്കാം, റോട്ടുമൊക്കെ എടുക്കുക. അല്ലാത്തവർക്കൊന്നും ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. ഇവിടെ അടിയും കുത്തും ഒക്കെയും സഹിക്കണം. എല്ലാം ഈ ബോംബെ എന്ന് പറഞ്ഞാൽ പല രാജ്യക്കാരും വരുന്ന സ്ഥലങ്ങളാണ്. ഏതൊക്കെ മനുഷ്യന്മാർ ഏതൊക്കെ ആൾക്കാരെ തെച്ചില്ല ഒന്നും പറയാൻ പറ്റില്ല. കിടന്ന് ഉറങ്ങുന്ന സമയത്ത് തലമ കല്ലിട്ടിട്ടാണ് പോയിക്കണേ എൻ്റെ കടറ തൊട്ടടുത്ത്. ഇതൊക്കെ സംഭവങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്യണം എന്തിനാ അറിയാം, എനിക്ക് യൂട്യൂബിൽ നിന്ന് വല്ല വരുമാനം കിട്ടാനെന്നല്ല, പക്ഷേ ഓരോ മനുഷ്യന്മാരെ അറിയണം ഓരോ ഭാഗത്ത് എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് കുറേ പോകാണ്ടിട്ടാ. അവിടെയൊക്കെ ഭയങ്കര ആഘോഷമാണ്. മുഹമ്മദ് അലി റോഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയേക്കണം. അത് നേരമില്ല. അതുപോലെ ഞാൻ ഈ ചെറുപ്പം മുതൽ വന്ന് ഈ കുട്ടിയുടെ പൈതലിൻ്റെ പ്രായം, ഈ കുട്ടിയുടെ പ്രായത്തിലാണ് എൻ്റെ ഒപ്പം എന്നെ ബോംബെക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഈ മൊഹറത്തിൻ്റെ സമയത്ത് സത്യം പറയും. ഈ പൈതൽ ഇതാ ഈ കുട്ടിയുടെ പ്രായത്തിൽ എൻ്റെ ഒപ്പം എന്നെ ബോംബെക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് എന്നെ ചെറുപ്പത്തിൽ ഈ ഇപ്പോൾ ഒരു വില്ലനുണ്ടായിരുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. ആ കൃഷ്ണന് നിങ്ങൾ പറഞ്ഞ വിഷയിക്കൊന്നുമില്ല അറിയില്ല കേട്ടോ. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയ സംഭവം. ഞാൻ എൻ്റെ റബ്ബിനെ സത്യം പറഞ്ഞു. കാരണം ഇന്നത്തെ കാലത്ത് ആൾക്കാർ പലതും നുണ പറഞ്ഞിട്ട് ഓരോ മനുഷ്യനായിട്ട് വിശ്വസിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ ആ പണിക്ക് നിൽക്കൂല. ഞാൻ നിസ്കരിക്കണ പള്ളിയാണിത്. ഈ പള്ളിയുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യാണ്. കാരണം അതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവം. അതാ പറഞ്ഞ എൻ്റെ റബ്ബിനെ അതുപോലെ എൻ്റെ അള്ളാൻ്റെ പള്ളിയാണ്. ആ പള്ളീൻ്റെ മുന്നിൽ വെച്ച് സത്യം പറയാണ്. ചെറുപ്പം മുതൽ ആ കുട്ടിയുടെ പ്രായത്തിലൊക്കെ ഉണ്ടല്ലോ ഇന്നെ കൊടുന്നിട്ട് ഇപ്പം അതിനോട് എന്തോ ഒരു വില്ലനാണ്. ഓൻ ലോക പോക്കില്ല ഇവിടെ. അപ്പോൾ ഓന് എൻ്റെ ഉപ്പാനോടുള്ള ദേഷ്യം കൊണ്ട് അവിടെ സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് ഞാനെന്തോ വെള്ളം നിറയ്ക്കാൻ എന്തോ ഇപ്പോൾ എന്നോട് പിടിച്ച് കൊണ്ടുപോയിട്ട് കക്കൂസിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട് പൂട്ടി. ഞാൻ അവിടെ അവിടെ ആൾക്കാർ കുറേ തല്ലി മുറിയാക്കിയിട്ടും ആയുധം കൊണ്ട് വെട്ടും കുത്തും റാത്തിപ്പ് എന്നൊക്കെ പറയില്ലേ, അവിടെയാണ്. ഇതൊക്കെ ഓരോ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു തരാൻ അവിടെ പോകണം. അതിന് നേരമില്ല. ഞാൻ ഇവിടെ കൊണ്ട് പറഞ്ഞ് തീർക്കട്ടെ. അങ്ങനെ 2 മണിക്കൂർ എന്നെ കക്കൂസിൻ്റെ ഉള്ളിലിട്ട് പൂട്ടി. നിങ്ങൾ പറഞ്ഞ വിഷയക്കൊന്നും എനിക്ക് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒപ്പം എന്നെ തിരഞ്ഞെടുക്കുക എന്നെ കാണാനായിട്ട്. കുട്ടീനെ കാണാനില്ല. കുട്ടി പോയിട്ട് ഒരുപാട് നേരമായല്ലോ വെള്ളം എടുക്കാനെന്ന്. അങ്ങനെ ഇപ്പം ദേഷ്യപ്പെട്ടിട്ടും എന്നെ അങ്ങനെ കൈ കിട്ടിയാൽ തച്ച് കൊല്ലും. കാരണം എന്താ വെച്ചാൽ ഞാൻ എവിടേക്കൊക്കെ തെണ്ടാൻ പോയിക്കണമെന്നാണ്. എൻ്റെ അപ്പാനോടുള്ള ദേഷ്യം കൊണ്ട് അവിടെ വില്ലുണ്ടായിരുന്നു. എന്താണ് എങ്ങനത്തൊക്കെ ആൾക്കാരെ തലമ മുറിയാക്കിയിട്ടായി പോകണം ചോരായിട്ട്. എന്താ ഇപ്പം നിങ്ങളോടൊക്കെ പറയാം കണ്ടില്ലേ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് കരയും അതിൻ്റെ ഉള്ളിൽ. കാരണം എന്നെ കക്കൂസിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടിരിക്കുക. കാരണം വാപ്പാനുള്ള ദേഷ്യം കൊണ്ട്. കൃഷ്ണൻ എന്ന് പറഞ്ഞു ഓൻ മരിച്ചിട്ടാ, ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ച്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കുറേ മനുഷ്യന്മാരെ ദ്രോഹിക്കുമ്പോൾ പഠിച്ചോൻ അവരൊക്കെ വേഗം പിടിച്ചുകൊണ്ടുപോകും. ചിലവരൊന്നും കൊല്ലൂല. കാരണം എന്താ പറയുക, കൊല്ലങ്ങളോളം ഓനോട് പറയും ഇവിടെ കിടന്ന് നിരകിക്കുന്നു. അതെന്താ വെച്ചാൽ ഏതായാലും ഈ ലോകത്ത് തെറ്റ് ചെയ്യാണ്. അപ്പം ഒരു പാഠം പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലരെ വേഗം വിളിക്കും, ചിലരെ പറഞ്ഞിട്ട് നിരപ്പിക്കും. നല്ല മനുഷ്യന്മാരൊക്കെ വേഗം വിളിച്ചുകൊണ്ടുപോകും. അതാണ് ഈ പഠിച്ചവനക്ക് അറിയാം. കാരണം ഓൻ ഇഞ്ഞോൻ്റെ മരണം വരെ
ഓഞ്ഞ് നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് അള്ളാഹ്ക്ക് അറിയുന്നതുകൊണ്ട് എന്തായി പഠിച്ചവൻ എന്താ അങ്ങനത്തെ നല്ല നല്ല മനുഷ്യൻ ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനായി ആരായിക്കോട്ടെ. പക്ഷെ എന്താ അറിയുക, എല്ലാവരും വേഗം വേഗം നല്ല മനുഷ്യന്മാരൊക്കെ വേഗം കൊണ്ടുപോകും. കാരണം അവർക്കറിയാം ദുനിയാവിൽ എന്നും നല്ലത് ചെയ്യുള്ളൂ എന്നുള്ളത്. തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഓനോട് പറയും ഞനക്ക് ഈ ഭൂമിയിൽ തന്നെ ഉള്ളൂ, ഇനി എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് തുറക്കണ്ടാവും. ഞാൻ ഒരു കഥ പറയട്ടെ. കൃഷ്ണൻ മരിച്ച സംഭവം പറയാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കരയുക, ആരും അറിയണില്ല. അങ്ങനെ അപ്പുറത്തൊരു സ്ത്രീ, ഏതൊരു സ്ത്രീ എൻ്റെ കരച്ചിൽ കേട്ടിട്ട്, അപ്പം എന്താണ് കൃഷ്ണൻ്റെ അതിൽപ്പെട്ട സ്ത്രീ തന്നെയാണ്. അപ്പോൾ വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞാൻ കരയാണ്. അങ്ങനെ എന്നെ പുറത്തേക്ക് ഇട്ട് അങ്ങനെ എപ്പാടുത്ത് വന്നിട്ട് ചീത്ത ഇട്ട്. അപ്പോൾ എപ്പാട് പറഞ്ഞ് ഇങ്ങനെ കക്കുസിലിട്ടിട്ട് എന്നെ പൂട്ടിക്കയറുന്ന പറഞ്ഞു. പിന്നെ ഇപ്പം അങ്ങനെ പാവം തോന്നി ആ കരച്ചിൽ വന്നപ്പാക്ക്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ വേറൊരു വില്ലൻ വന്നിട്ട് എൻ്റെ പണം തട്ടിപ്പറിക്കണത്. എന്നിട്ട് ഞാൻ ആയിക്കോട്ടെ ആ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാറുണ്ട്. അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് നടന്നെന്നുള്ളതും ജീവിതത്തിൽ കൂടെ കഴിഞ്ഞു പോയ എല്ലാ സംഭവം ഞാൻ നിങ്ങൾക്ക് അതിനെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്താൽ ഈ ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും എന്തൊക്കെയാണ് ഗണപതി പലതും ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ആൾക്കാർ വീഡിയോ എടുത്ത് വിടില്ല. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിൽക്കാനും ഓർമ്മയില്ല. അതാണ് ഈ ആൾക്കാർ പറഞ്ഞ് ഈ പറഞ്ഞതിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ഇപ്പം എന്തൊക്കെ എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ ചിന്തിച്ച് നടക്കണമല്ലേ ഈ കഴിഞ്ഞു പോയതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കുമ്പോൾ ആ ഓർമ്മ വരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് പോണതാണ്. അതുകൊണ്ട് നിങ്ങളാരും എന്നോട് വെറുക്കൊന്നും ചെയ്യണ്ട. എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തല്ല. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ നിന്നൊന്നും കിട്ടാനും പിടിക്കണമെന്നല്ല, അറിയണം ലോകത്ത് നടക്കണ എന്തൊക്കെ സംഭവങ്ങളാണെന്നുള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ എടുത്തു വിടുമ്പോൾ ആൾക്കാർ ഇന്നെന്താ പറഞ്ഞത്, ഓനക്ക് പ്രാന്താന്നുള്ള എത്ര ആൾക്കാരങ്ങനെ പറയുന്നുണ്ടെന്ന് അറിയോ. പക്ഷെ ഞാനതല്ല, എന്താ മനുഷ്യന്മാരായിരുന്നു. അന്നത്തെ കാലത്ത് ഓരോരുത്തർ വാർത്ത കാണും, ലോകത്ത് എന്തൊക്കെ നടക്കണം എന്നുള്ളത് കാണാൻ ലോകത്തുള്ളത് നടക്കണേ കാണാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ഓരോ മനുഷ്യന്മാർ വാർത്ത കേട്ടുകൊണ്ടിരിക്കണത്. പണ്ടത്തെ പ്രായമുള്ള ആൾക്കാർ എൻ്റെ ഒപ്പൊക്കെ ചെറിയ റേഡിയോനൊക്കെ റോട്ടുമ്പോൾ വെച്ചിട്ട് വാർത്ത കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒപ്പൊക്കെ ചെറിയ ടി വി ഒക്കെ വാങ്ങിക്കൊടുത്തിന്. എൻ്റെ ബുദ്ധിക്ക് ഞാൻ കടറുള്ളിൽ ടി വി വെച്ച് എന്നിട്ട് ഇപ്പാക്ക് വാർപ്പാച്ചാൽ ആ സിലോൻ്റെ ഒരു ചാനലുണ്ടല്ലോ ടി വിയുടെ റേഡിയോൻ്റെ, അതിമങ്ങനെ തിരിപ്പിടിച്ചിട്ട് ആ മലയാളം ചാനൽ പിടിക്കുക. അങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ചെറിയ ടി വി വെച്ച് കൊടുത്തിട്ട് അത് കാണാൻ എത്ര ആൾക്കാർ വന്നിരുന്നു അറിയാം, നീ കച്ചവടക്കാർ. കാരണം എൻ്റെ ബുദ്ധി കണ്ടിട്ട് ആ ഇപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വാർത്തയും കാര്യങ്ങളും. അങ്ങനെ പലവും ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഇപ്പം ലോകത്തുള്ള ചരിത്രങ്ങളൊക്കെ അറിയാൻ വേണ്ടി എപ്പോഴും വാർത്ത വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ മനുഷ്യന്മാർ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യന്മാർ ഓരോ വീഡിയോസ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ തമാശയും കാര്യങ്ങളും വേണ്ടാത്ത കുറേ പറഞ്ഞുണ്ടാക്കുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പ് പിടിക്കും. ഞാൻ അതിൻ്റെ ആളല്ല. ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്തു വിടും. എൻ്റെ ജീവിതത്തിൽ കൂടെ 40 വർഷത്തിൽ കൂടെ കടന്നു പോയ പല സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒക്കെ യൂട്യൂബിലേക്ക് വിട്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട് മനുഷ്യനെ അരം കൊള്ളിക്കില്ല. മൂത്രത്തിന് ഒഴിവില്ലാത്ത സമയമാണ്. നിങ്ങൾ സിനിമ കാണുന്ന ഒരു 2 മണിക്കൂർ കാണുമ്പോൾ അതൊക്കെ ഏതോ സംഭവങ്ങളാണ്, ജീവിത ചരിത്രങ്ങളൊക്കെ ഓരോ മനുഷ്യൻ്റെ കഥകളൊക്കെ ആയിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരായി സിനിമ ആയിട്ടാണ് തോന്നുകയാണ്. പക്ഷെ അതൊക്കെ ഓരോ സംഭവം അത് സിനിമയായി കാണുന്നുണ്ടെങ്കിലും അതേമാതിരി ലോകത്ത് നടക്കണമുണ്ട് പലത്. അത് നമ്മൾ ഏതോ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് പല ചിന്തകളും എത്തുകയാണ്. എന്നിട്ട് ഓൻ ആ രീതിയിൽ കൂടെ ഒരു വീഡിയോ സിനിമയാക്കി മാറ്റുമ്പോൾ അത് കണ്ട ആൾക്കാർ വിചാരിക്കും അത് സിനിമ അല്ലാന്ന്. പക്ഷെ കുറേ കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന പല സംഭവങ്ങളുണ്ട് ഇവിടെ ബോംബെയിലെന്നല്ല പൊതുവെ പല സ്ഥലത്തും. അപ്പോൾ എന്തും നമ്മൾ പല ഭാഗങ്ങളും ചിന്തിക്കാണ്ട്. അപ്പം ഞാനിങ്ങനെയൊക്കെ വീഡിയോ പിന്നെ എത്ര ആൾക്കാർ പ്രാവുണ്ടെന്ന് അറിയാം. ആ മാനുവിന് പ്രാന്തൊക്കെ തന്നെയാണ്, സത്യമാണ്. ഞാൻ കുറേ സുഖമില്ലാത്തൊക്കെ ഒരാളാണ്. പക്ഷേ ബോംബെയുള്ള ആൾക്കാരൊന്നും അങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് വിടാൻ നിൽക്കില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കണ പോലെ അനവധി ആൾക്കാരെ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് കച്ചവടക്കാരൊന്നും ഇങ്ങനെ വേണ്ടാത്ത ഇതൊക്കെ ഇട്ട ആൾക്കാരെ പേര് നഷ്ടപ്പെടും. ചിലപ്പോൾ അവനാൻ്റെ ഓരോ മനുഷ്യന്മാരുടെ മുന്നിൽ ഒരുപാട് വില നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതുപോലെ ഞാൻ എത്ര കൊല്ലം ഞാൻ ഇതുവരെ യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ടായില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മക്കളും എൻ്റെ കുട്ടികളും എന്നെ കണ്ടുമുട്ടി എല്ലാവരും പറയുന്നുണ്ട് എനിക്കൊരു യൂട്യൂബ് തുടങ്ങിക്കൂടെ. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഒരു മാനു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പാണ്. അതിലെല്ലാവരും ഉണ്ട്. ഇന്ന മതമൊന്നുമില്ല, എല്ലാവർക്കും ഒന്നാണ്. മുസ്ലിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതൊന്നുമില്ല. എൻ്റെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഒന്നാക്കിയാൽ ഞാൻ ഒറ്റ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ ഗ്രൂപ്പിൽ ഞാൻ കുറേ വീഡിയോസ് വിടുമ്പോൾ എല്ലാവരും പറഞ്ഞതാണ് എനിക്കൊരു യൂട്യൂബ് ഉണ്ടാക്കി എനിക്ക് കഴിയുമ്പോൾ വരുമാനമാണ്. അപ്പം ഞാനത് ഞാൻ പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ തെങ്ങുമ്പോൾ കയറേണ്ട നയിച്ചുണ്ടാക്കുന്നുണ്ട്. കയ്യന് കാലിന് കണ്ട് ചോരോർക്കനെ വരിക. അതൊക്കെ കണ്ടില്ലേ, ഞാൻ തെങ്ങ് കയറുണ്ട്. അതിന് പഠിച്ചവനോട് എപ്പോഴും പറയുന്നത് എൻ്റെ കയ്യിനും കാലിനും അല്ല ആവത് തന്നാൽ മതി. മറ്റുള്ളവൻ്റെ പണം കുറേ കക്കാനോ അല്ല മറ്റുള്ളവൻ്റെ കുറേ പണം വാങ്ങി തിന്നാനൊന്നും ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളല്ല.
അങ്ങനെ ആഗ്രഹിച്ച ആൾക്കാച്ച ബോംബെയിൽ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം. പല വിളവുണ്ട് ബോംബെയിൽ കായ ഉണ്ടാക്കേണ്ട തരത്തിൽ കോടികൾ ഉണ്ടാക്കാം. പക്ഷെ ആ വഴിയല്ല. ആൾക്ക് ഇവിടെ കുറച്ച് കാലം ജീവിക്കുള്ളൂ. ആ ആരാൻ്റെ പുറ പണം തട്ടിപ്പറിച്ച് ജീവിച്ചിട്ട് പറച്ചെടുത്തുകൾ ചെന്നാലേ എന്തിനാണ് ഈ വേണ്ടത്തെ പണിക്ക് നിൽക്കണേ? അവരാൾക്ക് വയ്ക്കണ മാതിരി അധ്വാനിക്കുക, ചോര നീരായിട്ട് കയ്യിനും കാലിനും എല്ലാം സംഭവിച്ചാൽ ഒരു പ്ലേറ്റായിട്ട് നടക്കുക. എന്നാലും ഒരാൾ തച്ചുകൊല്ലൊന്നുമില്ല. കുറേ ആൾക്കാരെ മുതൽ കട്ടിട്ട് കുറേ പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക, മക്കൾക്ക് തിന്നാൻ കൊടുക്കുക, വാപ്പാക്ക് തിന്നാൻ കൊടുക്കുക. എന്താണ് അതിൽ ആരാൻ്റെ നമുക്ക് ഭ്രാന്തളിക്കുക? കാണാൻ നല്ല ചില ആൾക്കാർ പണമുള്ളവർ എന്തെങ്കിലും ചെയ്തോട്ടെ, ഇല്ലാത്തവനെ അതിൻ്റെ പിന്നാലെ നടക്കണ്ട. ഇല്ലാത്തവൻ്റെ ഒരു പ്ലേറ്റായിട്ട് നടക്കുക റൂട്ടുമ്മേ. എന്നിട്ട് ആൾക്കാരുടെ കാര്യങ്ങൾ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഇട്ടിരുന്നു അതിന് സുഖമായിട്ട് ജീവിക്കാം. പാവപ്പെട്ടവനും ജീവിക്കണ്ട്, ഇല്ലാത്തവനും ജീവിക്കണ്ട്, ഉള്ളവനും ജീവിക്കണ്ട്. ഒക്കെ പടച്ചവൻ ഈ ലോകത്ത് എല്ലാവരും അങ്ങോട്ട് പണക്കാരനാക്കാൻ നിന്നാലേ പിന്നെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പട്ടിണി എടുക്കും. കാരണം ഒന്ന് ഞാൻ ഉള്ളത് പറയാണ്, എല്ലാവരും പണക്കാരാക്കിയാൽ ഈ ലോകത്ത് ഒന്നും നിന്നാൻ കിട്ടൂല. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും. പറിച്ച എല്ലാവരും ഒരു പാവപ്പെട്ടവനാക്കണേൻ്റെ കാരണം. അപ്പോൾ ഞാൻ ഇന്നെ പോലെ കുറേ ആൾക്കാർ തെങ്ങ് കയറുന്നുണ്ട്. ആ തെങ്ങ് കയറുന്നതുകൊണ്ടാണ് ഇന്ന് ആകാശത്തിൻ്റെ മുകളിലുള്ള തെങ്ങിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ ഇളനിയും മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കണേ. അപ്പോൾ ഓരോരുത്തർക്കും എല്ലാവരും എടുക്കാൻ പണി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിൽ കൂടെ ജീവിക്കുക. ഇല്ലെങ്കിൽ നല്ല മനുഷ്യന്മാർ പലരും നമ്മളെ ഹൃദയത്തേക്ക് കടന്നു വരും നമ്മളെ സഹായിക്കാനായിട്ട്. ഒരാൾക്ക് വല്ല അസുഖം വന്നാൽ ഈ കണ്ട ജനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് പിരിവെടുത്തിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞ എം.എ. യൂസുഫ് അലി സാറ് ഒന്നുമില്ലാതെ പോയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ലോകത്തുള്ള എത്രയോ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ. അയാളെ പോലത്തെ കുറേ ആൾക്കാർ നല്ല ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഈ ഭൂമിയിലുണ്ടാവും പലരും. പക്ഷെ ആരും അറിയണില്ല. പക്ഷെ നല്ല ചെയ്യുന്ന ആൾക്കാർക്കും പോലും അറിയില്ല ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ളത്. അതിൻ്റെ പിന്നിലൊക്കെ അള്ളയും റസൂലും അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. മരണപ്പെട്ടു പോയ നല്ല മനുഷ്യന്മാരുണ്ട്. പാവപ്പെട്ടു പോയ ഔലിയാക്കന്മാർ നമ്മളൊക്കെ പോയി സിയാർത്ത് ചെയ്യുന്നുണ്ടല്ലോ. അവരൊക്കെ നമ്മളെപ്പോലെ ജീൻസും പാൻറ്റിട്ട് നടത്തുന്ന ആൾക്കാരൊന്നുമല്ല. ഇതേമാതിരി ഇന്നെ പോലെ കുറേ പ്രയാസപ്പെട്ടിട്ടൊക്കെ തെങ്ങുമ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടൊക്കെ അങ്ങനെ മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. അവർ മരിച്ചപ്പോൾ അറിയണ ഓരോരുത്തർ ഇവരൊക്കെ അങ്ങനെ നല്ല മനുഷ്യന്മാരായിരുന്നു എന്നുള്ളത് അവരറിയണില്ല ജീവിച്ചിരിക്കുമ്പോൾ. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് കൊണ്ടുപോകണില്ല. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ അറിയാം, ഇങ്ങനെ ഓരോ ബോംബിൻ്റെ എല്ലാ ഭാഗം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എത്ര നേരം വീഡിയോ ആയി ഇതിന് ആൾക്കാർക്ക് വെറുപ്പ് ഇതിന് പറഞ്ഞതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും കുറേ. അതാണ് ആൾക്കാർക്ക് വെറുപ്പ് തോന്നുന്നത് എൻ്റെ വീഡിയോ കാണാൻ. സാധാ ഞാൻ ഇവിടെ കൊണ്ട് വെക്കേട്ടാ. ഞാൻ അങ്ങോട്ട് അവിടേക്ക് പോയി എടുക്കാനുള്ള നേരമില്ല. ഇപ്പോൾ സമയം ഒരുപാടായിരിക്കും. നാളെ രാവിലെ തെങ്ങുമ്പോൾ കയറാനുള്ളതാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 5/7/2025 രാത്രി 12 മണിക്ക് എൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഓക്കെ, എല്ലാവരോടും എന്തെങ്കിലും പറഞ്ഞ് പോയിട്ട് എന്നോട് പൊരുത്തപ്പെടണം. അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി. ഞാൻ ഈ യാത്ര എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോൾ നീണ്ടു പോകും, അതാ പേടി. ഞാൻ സ്റ്റോപ്പാക്കി പിടിക്കട്ടെ, റോഡ് മുറിഞ്ഞ് കിടക്കട്ടെ. ഇതേ സമയത്ത് 10 മണിക്ക് ഞാൻ അങ്ങനെ പണിയുടെ ഇവിടെ 10 മണി ആയിക്കണം. ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അവിടെ ആ ഹബീബ് ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് ഓരോ മനുഷ്യനും ഈ മുഹറത്തിൻ്റെ ഷിയാക്കൾ നമ്മൾ വെട്ടും കുത്തും റാത്തീബ് എന്നൊക്കെ പറയില്ല, അതുപോലെ തലമൊക്കെ ചോര വന്നിട്ട് ആകെ ഇങ്ങനെ ഓരോരുത്തർ ആംബുലൻസിൽ ഹബീബ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്. ഓരോരുത്തർ തലമ കെട്ടിയിട്ട് ചോരെടുക്കാൻ നടക്കണേ. ആ വീഡിയോ ഒക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതുവരെ അവിടെ എല്ലാ പരിപാടിയും ഒക്കെ ഞാൻ നടന്നെടുത്തിട്ട് എന്താ ഇങ്ങോട്ട് പറയാം. ഞങ്ങൾ വിശ്വസിച്ചാൽ മതി. അതും ഞാൻ പറയുന്നുണ്ട്. എൻ്റെ അള്ളാഹിൻ്റെ റസൂലിനെ സത്യം പറയാൻ എൻ്റെ സംഭവമാണ്. ഞാൻ കാലിക്കാണ്ട് പോയിട്ട് സങ്കടം പറഞ്ഞു. അങ്ങനെ ഇതാണ് ഹബീബ് ഹോസ്പിറ്റൽ ഇതാട്ടാ. ഇവിടെ തന്നെ ഹബീബ് ഹോസ്പിറ്റൽ. ഇത് നമ്മളെ ഉണ്ണിയേട്ടൻ്റെ കടയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഉണ്ണിയേട്ടൻ്റെ ഇളനീ കടട്ടാ. ഇനി ഇവിടുന്ന് പറയാം. അങ്ങനെ ഞാനൊക്കെ എടുത്ത് ലാസ്റ്റ് 11:30 മണി വരെ ഞാൻ ഓരോ ഭാഗങ്ങൾ വീഡിയോ എടുത്ത് അത് എടുത്തിട്ട് എന്ത് ചെയ്ത് മൊബൈൽ കംപ്ലീറ്റ് ഇതാവണ്ടെന്ന് വെച്ചിട്ട് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കി നാളെ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് 6 മണിക്ക് പണിക്ക് പോണതിന് മുന്നേ ആ വീഡിയോ എല്ലാവർക്കും ഒന്ന് വിട്ടു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചിന്തി എല്ലാം കഴിഞ്ഞ ശേഷം ഒരൊറ്റ പോക്ക്. അത് ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കിയായിരുന്നു ഓരോന്ന്. പക്ഷെ അറിയാതെ ആ വീഡിയോ ഡിലീറ്റായി പോയി. ആകെ വിഷമമായി. കാരണം ഇനിയിപ്പോൾ ഇത് അടുത്ത കൊല്ലം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് 11:30 തന്നെ വീണ്ടും പോയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളത്തെ രാവിലത്തെ വീഡിയോയിലേ വരും. ഓക്കെ, മാഷാ അല്ലാഹ്. കുറേ വീഡിയോ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, നല്ല വീഡിയോ ആയിരുന്നു. പക്ഷേ കുറേ നേരം അവിടെയൊക്കെ നിന്ന്. പക്ഷേ പിന്നെയൊക്കെ അങ്ങോട്ടേക്ക് വീണ്ടും നടക്കാൻ വയ്യാതായി. ആ സങ്കടം മനസ്സിന് പോലെയാണ് കാലത്തിക്കാണ്ട് നിന്ന് പോയിട്ട് ഞാൻ പറഞ്ഞു ഞായറാഴ്ച.
അങ്ങനെ ഇവിടെ വെക്കട്ടെ. ഇന്ന് രാത്രി 6-ാം തീയതി ഇന്നലെ ഭയങ്കര പരിപാടിയായിട്ട് ഇന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് പോലീസുകാരൊക്കെയാണ് ഈ നിൽക്കുന്നത്. കണ്ടില്ല ഞങ്ങൾ ഇവിടെ ഷിയാ മുസ്ലിങ്ങളെ പരിപാടി അവിടെ ആ കാണുക. കണ്ടില്ല ഞങ്ങൾ ഭയങ്കര പരിപാടി നടക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ 5-ാം തീയതി രാത്രി വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പറ്റുന്ന വീഡിയോ വിട്ടുതരാം. ഇന്നിപ്പോൾ ഞാനിപ്പോൾ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേഗം പോകുക. എന്നിട്ട് ചായ കുടിക്കണം. അതിൻ്റെ പള്ളിയാണ് കണ്ടില്ലേ. ഞാൻ ആ പള്ളികൾക്ക് കണ്ടില്ലകളെ സിയാക്കളെ ഭയങ്കര എന്താ അവിടെ വെട്ടും കുത്തും ചോരയും ഇപ്പോൾ കൂടെ കാണാം. സാധാ ഞാൻ പള്ളികൾക്ക് പോയിട്ട് ഇന്ന് ഉറക്കം കിട്ടിയില്ല. ചെക്കനെ ഉറങ്ങാൻ വിട്ടപ്പോൾ മറ്റേ ഞാൻ ആ സമയത്ത് ഉറങ്ങാൻ പള്ളികൾക്ക് കിടക്കുകയാണ് സാധാ. ഞാനിപ്പോൾ പള്ളികളിൽ നിന്ന് ഇപ്പോൾ അസർ നിസ്കരിച്ചിട്ട് ചായ അടിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അസർ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ ചായ അടിക്കാൻ വേണ്ടി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇന്നലത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊന്ന് കാണും. ആരും എന്നോട് പറഞ്ഞേ, കാരണം ഇങ്ങനെ ലൈവായിട്ട് എടുത്ത് വിടാനേ എനിക്കത് അത് അറിയില്ല എങ്ങനെയാണ് സമയം. ഈ ഫോണിലൊന്നും കളിക്കാറില്ല. എനിക്ക് മൊബൈലിൽ കളിക്കണതിനെ പേടിയാണ്. കാരണം അതിന് കുറേ ഉണ്ട്. ഞാൻ ഇവിടെ കട്ടാക്കുകയാണ്. ഇതിങ്ങനെ വിടാമെന്ന് ഇന്ന് രാത്രിയും വിടുന്നുണ്ട്. ഇന്നത്തെ കൂടെ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇരുന്ന് പറ്റുക കാണി. ബോംബെയിൽ യഥാർത്ഥം നടക്കുന്ന സംഭവങ്ങൾ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാതും കാണാം. ഞാൻ എല്ലാം കാര്യം തുറന്ന് പറഞ്ഞ ഒരാളാണ്. എൻ്റെ മനസ്സിലൊന്നും ഇരിക്കൂല. അതാണ് സംഭവം. ഞാൻ 2-ാം തീയതി പോവുകയാണ്. 2/7/2025. അപ്പോൾ ഞാൻ പോണ സമയത്ത് എൻ്റെ 2ാമത്തെ മോള് സ്കൂളിൽ പോവുക. ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. ഓള് ഓടി വന്നിട്ട് ഇപ്പാന്ന് പറഞ്ഞിട്ട് ഇപ്പം പോകട്ടെ. എവിടെ ഓള് പോയാ ഓട്ടിയാ വായോ അവിടെ ഉണ്ട്. എൻ്റെ കുട്ടി ആദ്യം പോവാണ്. ഓള് ഓടി വന്നിട്ട് ഇപ്പം ഞാൻ പോകട്ടാണ്. അസ്സലാമു അലൈക്കും. രണ്ട് കവർത്തോട് നാട്ടിൽ. എന്നാ ഞാൻ അധികം എന്തായാലും എൻ്റെ കുട്ടി പോയിട്ട് വാ. തൊണ്ണിയാ